ഹലോ ഫ്രണ്ട്സ്, ഏറ്റവും സന്തോഷത്തോടു കൂടിയാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. കാരണം ചേർത്തല മാടക്കിലുള്ള അഗ്രി പോയിന്റ് എന്ന ഈ സംരംഭം സമൂഹത്തിന് അത്രയേറെ ഗുണം ചെയ്യുന്നതാണ്. ജൈവ മാലിന്യങ്ങളെ എങ്ങനെ ശാസ്ത്രീയമായി സംസ്കരിക്കാം എന്നതാണ് ഇവരുടെ ബിസിനസ്. ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും അവരവരുടെ വീടുകളിൽ ഇത് നടപ്പാക്കിയാൽ കേരളം മാലിന്യമുക്തമായി തീരും. ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇത് ശരിക്കും നമ്മളുടെ വീട്ടിലെ ജൈവ മാലിന്യത്തെ നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ നമുക്ക് കമ്പോസ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് കാണിച്ചു തരാം. ഫസ്റ്റിൽ ഉപയോഗിക്കുമ്പം തന്നെ നമ്മളുടെ ഈ ബിന്നിനകത്ത് ഒരു 2 ഇഞ്ച് കനത്തിൽ നമ്മളുടെ ഈ ഇനോക്കുലം ഇട്ട് കൊടുക്കുക. ഇതാണ് ഇനോക്കുലം. ഇതാണ് നമ്മൾ കമ്പോസ്റ്റിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് ഒരു 2 ഇഞ്ച് കനത്തിൽ ഫസ്റ്റ് നമ്മളുടെ ബിന്നിനടിയിലോട്ട് ഇട്ട് കൊടുക്കുക. നമ്മളുടെ വീടുകളിൽ വരുന്ന വേസ്റ്റ്, പ്ലാസ്റ്റിക്കും റബ്ബറും ഒഴിച്ചിട്ട് ബാക്കി വരുന്ന എല്ലാ വേസ്റ്റുകളും നമുക്കിതുപോലെ കമ്പോസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വേസ്റ്റ് കൂടെ നമ്മൾ ഓരോ ദിവസം വരുന്ന വേസ്റ്റുകൾ നമ്മൾ ഈ ബിന്നിലേക്ക് ഇടുക. ഇതിൻ്റെ പുറത്ത് ഇനി നമ്മൾ ഇനോക്കുലം കൂടി ഇടണം. ഇത് മൂടത്തക്ക രീതിയിൽ നമ്മൾ ഇനോക്കുലം കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഓരോ ദിവസം ചെയ്യുമ്പോഴും ഈ പ്രോസസ് ഓരോ ദിവസം ചെയ്യുമ്പോഴും വേസ്റ്റ് എല്ലാം നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ട് അത് ഏതെങ്കിലും ഒരു സമയം കണ്ടെത്തി അത് ഇടുക. കാരണം അല്ലെങ്കിൽ നമ്മൾ ഇടുമ്പോഴൊക്കെ ഇനോക്കുലം നമ്മൾ ഇട്ട് കൊടുക്കേണ്ടി വരും. അതല്ലാണ്ട് ഏതെങ്കിലും ഒരു പാത്രത്തിൽ ഒരു ബിന്നിൽ വെച്ചിട്ട് ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഏതെങ്കിലും ഒരു സമയം കണക്കാക്കി അത് ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് ഇതുപോലെ ഇനോക്കുലം കൂടെ ഇട്ട് കൊടുക്കുക. ഈ ബിന്ന് നിറഞ്ഞു കഴിയുമ്പോൾ ഇതൊരു 30 ദിവസം നമ്മൾ അടച്ച് വെക്കുക. എന്നിട്ട് നമ്മൾ അടുത്ത ബിന്നിൽ ഇത് ചെയ്യുക. അപ്പോൾ ഒരു 30 ദിവസം കഴിയുമ്പോൾ നല്ല കമ്പോസ്റ്റായിട്ട് നമുക്കിത് കിട്ടും. ഇപ്പം നമുക്ക് നമ്മുടെ വീടുകളിലെ ചെടികൾക്കോ പച്ചക്കറികൾക്കോ ഇത് ഉപയോഗിക്കാം. വേറെ പ്രത്യേകിച്ച് വളങ്ങളൊന്നും വേണ്ട. ഇതിപ്പോൾ ഒരു 15-20 ദിവസം ആയിട്ടേ ഉള്ളൂ. 30 ദിവസം ആകുമ്പം കറക്റ്റ് ഇതായിട്ട് നല്ല കമ്പോസ്റ്റായിട്ട് ഇരിക്കും. ഇതിന് എന്തെങ്കിലും സ്മെല്ല് വരുന്നുണ്ടോ? ഞങ്ങൾ ഈ ചെയ്ത കമ്പോസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ഓരോ കൃഷികളും ഞങ്ങൾ ഇവിടെ ചെയ്തു തരുന്നത്. അതിൽ പച്ചക്കറികളായാലും ശരി, ഇലച്ചെടികളായാലും ശരി, പൂക്കളുടെ ചെടികളായാലും ശരി, എല്ലാത്തിലും നമ്മൾ ഈ അടിവളമായിട്ട് കൊടുത്തിരിക്കുന്നത് ഈ കമ്പോസ്റ്റ്, പച്ചക്കറി ജൈവമാലിന്യത്തിൽ നിന്നും ഉണ്ടാക്കിയ കമ്പോസ്റ്റ് ഉപയോഗിച്ചാണ് നമ്മൾ ഇതിൽ കൊടുത്തേക്കുന്നത്. ഇപ്പം നമ്മൾ വീട്ടാവശ്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യുന്ന ബിന്നാണ്. ഈ ബിന്നെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ 2 സെറ്റായിട്ടാണ് കൊടുക്കുന്നത്. ഇപ്പം ഇത് വന്നിട്ട് 35 ലിറ്ററിൻ്റെ ബിന്നാണ്. ഇത് കൂടാണ്ട് നമ്മളിപ്പം ലാർജ് സ്കെയിലിൽ സ്കൂൾസിലായാലും ഇൻസ്റ്റിറ്റ്യൂഷൻസിലായാലും ഇപ്പം ലാർജ് സ്കെയിലിൽ വേസ്റ്റ് വരുമ്പോഴത്തേക്കും അവിടത്തേക്ക് നമ്മൾ 500 ലിറ്ററിൻ്റെ ബിന്നും സപ്ലൈ ചെയ്യുന്നുണ്ട്, 1000 ലിറ്ററിൻ്റെ ബിന്നും നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. അതെ, ഇത് 500 ലിറ്ററിൻ്റെയാണ്, ഇത് 1000 ലിറ്ററിൻ്റെയാണ് ബിന്ന് വരുന്നത്. ഏതിലായാലും പ്രോസസ്സ് ഒന്ന് തന്നെയാണ്. നമ്മൾ നേരത്തെ കണ്ടപോലെ തന്നെ ആദ്യം ഇനോക്കുല ഇടുക, അതിൻ്റെ പുറത്തേക്ക് വേസ്റ്റ് ഇടുക, വീണ്ടും അതിനെ ക്ലോസ് ചെയ്യുന്ന രീതിക്ക് ഒരു ലെയർ ഇനോക്കുലം അതിൻ്റെ പുറത്തേക്ക് ഇടുക. ഞാനിന്ന് ഷൂട്ട് ചെയ്തത് മുഴുവൻ ഒരു മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ നിന്നാണെന്നുള്ളത് എനിക്ക് തന്നെ വിശ്വാസമായില്ല. കാരണം വേറൊന്നുമല്ല, ഞാനിവിടെ നിൽക്കുമ്പോൾ ഒരിക്കൽ പോലും എനിക്ക് മൂക്കുപൊത്തേണ്ടി വന്നിട്ടില്ല. ഒരു മണവുമില്ല. സാധാരണ ഒരു സ്ഥലത്ത് നിൽക്കുന്നത് പോലെ ഇതുവരെ ഫീൽ ചെയ്തിട്ടുള്ളൂ. ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഈ പദ്ധതി നടപ്പാക്കിയാൽ കേരളം മാലിന്യമുക്തമായി തീരുമെന്ന് ഒരിക്കൽ കൂടി പറയുന്നു.